ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടുപിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ബസ്സിൽ ലൈംഗികാതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടുപിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടുപിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം കാത്തിരുന്നൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതായത് ആ ഒരു സഹോദരന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഷിംജിത എന്ന് പറയുന്ന നാണം കെട്ട സ്ത്രീയെ ഇന്ന് അറസ്റ്റ് ചെയ്തു. അവള് ദുബായിലോ എങ്ങും പോയിട്ടില്ല. ഇതൊക്കെ ആരോ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കഥകളാണ്. അവള് ഗൾഫിൽ പോയി അല്ലെ അവള് ദുബായിൽ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ എങ്ങും പോയിട്ടില്ലായിരുന്നു. അവള് വടകരയിലുള്ള അവളുടെ ബന്ധുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം അവള് അത്രയും ഒളിച്ചു കളിച്ചിട്ടും വളരെ തന്ത്രപരമായിട്ട് അവളെ അറസ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി. എന്തായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു വാർത്തയിൽ നമ്മൾ പൂർണ്ണ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഈ ഒരു 14 ദിവസത്തേക്ക് അവളെ ജയിലിൽ ഇട്ടുകൊണ്ട് ശിക്ഷ ഒന്നും ആവുന്നില്ല. ഈ ഒരു കേസിൽ മാക്സിമം ഇവൾക്ക് കിട്ടാവുന്ന ശിക്ഷ ലഭിക്കണം. അത് 10 വർഷം മറ്റോ ആണെന്ന് തോന്നി. ആത്മഹത്യ പ്രേരണ പോലുള്ള കുറ്റങ്ങൾ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ അത് കിട്ടണം അവൾക്ക്. എന്തോ വലിയ നല്ല കാര്യം ചെയ്തിട്ട് VIP കളെ കൊണ്ടുപോകുന്ന പോലെയാണ് അവള് പോലീസുകാര് അവളുടെ അപ്പുറം ഇപ്പുറം ഒക്കെ നിൽക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവളെ ഇതുപോലെയുള്ള തെളിവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കണം ഇവൾക്കെതിരെ. ഇവൾക്ക് കിട്ടാവുന്ന ശിക്ഷ, ഏറ്റവും വലിയൊരു ശിക്ഷ അതാണ്. ജനങ്ങൾ ഇവൾക്കെതിരെ പ്രതികരിക്കണം. അത് ഏത് രീതിയിലും കല്ലെറിയണം ഇവളെ. കാരണം ഇനി ഒരുത്തിയും ഇമാതിരി വൃത്തികേട് കാണിക്കരുത്. ഇവളുടെ ആ ഒരു സമയത്തെ തന്തയില്ലാത്ത സ്വഭാവം കാരണം നഷ്ടമായതൊരു ഒന്നും അറിയാത്ത ഒരു സഹോദരന്റെ ജീവനാണ്. 2 മാതാപിതാക്കൾക്ക് അവരുടെ ഏക മകനെയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ ഒരു രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങളും ഇവൾക്ക് കൊടുക്കരുത്. ഇപ്പൊ പല രീതിയിലുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. പോലീസുകാര് തന്നെ ഇവളെ രക്ഷപ്പെടുത്തും, അല്ലെ ഇവക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇനിയിപ്പോ ഈ 14 ദിവസം റിമാൻഡ് ചെയ്തതിന് ശേഷം ഇവള് ജാമ്യത്തിൽ വിടുവോ അതോ ഇനി കൂടുതൽ ശിക്ഷകൾക്ക് ഇവിടെ അയക്കുമോന്നും അറിയില്ല. നമ്മുടെ നിയമമൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവള് പാർട്ടിയുടെ എന്തോ സംഭവം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു രീതിയിൽ ഇവൾക്ക് പിടിപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷയിലൊക്കെ ഇവൾക്ക് ഇളവ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു രീതിയിൽ ആ ഒരു സഹോദരൻ മരണപ്പെട്ടതിന്റെ ആ ഒരു സമയത്ത് തന്നെ അവിടെയുള്ള നാട്ടുകാരും കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് പോലീസിൽ പരാതിയായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെയുള്ള പോലീസുകാർ പറഞ്ഞ എന്താണെന്നറിയാവോ? അവൻ അങ്ങനെ ചെയ്തിട്ടല്ലേ, അവൻ ഒരു ലൈംഗിക അതിക്രമം കാണിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ ചെന്നവരെയൊക്കെ ഈ പോലീസുകാർ ഓടിച്ചു വിട്ടു. അതൊക്കെയാണ് ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥകളും. ചില നട്ടലില്ലാത്ത പോലീസുകാരുണ്ട്. മേളിൽ നിന്നുള്ള ഏമാന്മാർ എന്താണോ പറയുന്നത് അത് മൂളി കേട്ട് നിൽക്കുന്ന കുറെ അധികം പോലീസുകാരുണ്ട്. പറയാതെ വയ്യ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഇത്രയും ദിവസം ഒളിഞ്ഞിരിക്കില്ലായിരുന്നല്ലോ. എങ്കിൽ പോലും ഇന്ന് വളരെ തന്ത്രപരമായിട്ട് അവളെ അറസ്റ്റ് ചെയ്തു. ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നമുക്ക് പോയി അകത്ത് കിടന്നാലും നല്ല ശമ്പളവും ആഹാരവും ചാപ്പാടും എല്ലാം കിട്ടുമല്ലോ, കുഴപ്പമില്ല. ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നും. ഏതായാലും അങ്ങനെ ഒരു വരുമാന മാർഗം തുറന്നു കിട്ടി. എത്രയോ കാലം ജീവിക്കേണ്ട ഒരാളാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ. അയാള് ആത്മഹത്യ ചെയ്ത ഒറ്റ കാരണം കൊണ്ട് മനസ്സിലാവണം, അയാൾ ഈ പണിക്ക് ഇറങ്ങുന്നവനല്ല, ഇതുപോലെ വൃത്തികേടിന് ഇറങ്ങുന്നവനല്ല അയാള്. ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യന്റെ എന്തുമാത്രം മനപ്രയാസമായ കൊണ്ടായിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കും. അയാളുടെ മനസ്സ് നൊന്നിട്ട് അവസാനം
അയാൾക്ക് ഒരു നിവൃത്തിയില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്യാണ്. ഇതിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? ഇതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായേ? നാട്ടുകാരുടെ മുമ്പിൽ ആ മനുഷ്യനെ, പാവം മനുഷ്യനെ അപമാനിച്ചപ്പോ ഇവർക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ അപവാദങ്ങൾ ഒരാളെ കുറിച്ച് പറയാൻ എളുപ്പമാണ്, പക്ഷേ അയാളുടെ മനസ്സും കൂടെ കാണണ്ടേ? അയാൾ എന്ത് ചെയ്തിട്ടാണ്? അയാൾ ഒന്നും അറിഞ്ഞതല്ല, അയാളൊന്നും ചെയ്താൽ. അപ്പൊ ഇത് ഇങ്ങനെ ആളുകളെ മനപ്രയാസപ്പെടുത്തി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോൾ ചിന്തിക്കണം, ഇവർ ചെയ്യുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണെന്ന് ചിന്തിക്കണം. ആ മനുഷ്യന് താങ്ങാൻ വയ്യ, എന്ത് ചെയ്യും? സമൂഹത്തിൽ അവന്റെ മുഴുവൻ വിലയിടിയല്ലേ, അവന്റെ മാനം മുഴുവൻ പോവല്ലേ. ഒരു മനുഷ്യന്റെ അന്തസ്, അതായത് റൈറ്റ് ടു ലൈഫിനെ ഹനിക്കുന്ന ഒരു ഒഫൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലുള്ള റൈറ്റ് ടു ലൈഫ്, അതിനെ ഹനിക്കുന്ന ഒരു ഇടപാടാണ് ഈ സ്ത്രീ നടത്തിയേക്കുന്നത്. അവരുടെ അന്തസ് കെടുത്തുന്ന കാര്യമാണ്. അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടവനാണ്. അത് നടക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ അൾട്ടിമേറ്റ്ലി അവന്റെ കുടുംബത്തിനല്ലേ നഷ്ടം വന്നേക്കുന്നത്. ഇത് ഈ സ്ത്രീക്ക് ഇതും ചെയ്തിട്ട് നടന്നാൽ പോരെ? ഇപ്പൊ അവള് ഒളിവിലാണ്. അത്ര ഒളിച്ച് നടക്കട്ടെ കുറെ നാള്, അതേ നടക്കും. അത്ര എളുപ്പമൊന്നുമല്ല ഇതിന് ഊരി പോകാൻ. കാരണം തെളിവുണ്ട്, റെക്കോർഡാണ് ഇതെല്ലാം. അവളെ കാണിച്ചേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആദ്യം ഒരു വീഡിയോ കാണിച്ചു, അതങ്ങ് പോയി. അപ്പൊ അത് ആള് ഏക്കുന്നില്ലെന്ന് കണ്ടപ്പോ എന്താണെന്നറിയോ, അത് വളരെ അങ്ങോട്ട് സ്ലോ ആക്കിയിട്ട് ഏതാണ്ട് അവൻ ചെയ്തെന്ന്. അവന്റെ കയ്യെങ്ങാണ്ട് ആ സ്ത്രീയുടെ ദേഹത്ത്. ഇവളങ്ങനെ നീ ബസ് കയറാൻ പോരുത്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾ തട്ടിപ്പോയെന്നിരിക്കും, അറിയത്തില്ല. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവള് കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ലല്ലോ ആരെടുത്തും. അല്ലെ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല? അതിന് പകരം വീഡിയോ എടുക്കുകയാണ്. തട്ടിക്കോ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ്. ഇത് നല്ല സ്വഭാവമാണ്. നാട്ടുകാരുടെ മുമ്പിലെല്ലാം അയാൾക്ക് അത്രത്തോളം അപമാനിതനായിട്ട് മാറി, സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്നുണ്ട് എന്താണെന്നറിയോ, അതിനൊരു ഒഫൻസ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതായത് BNS 108 ആണെന്നാണ് ആ സെക്ഷൻ, വകുപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇതാണ്, അതായത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക. അതാണ് ഒഫൻസ്. വളരെ വലിയ ഒഫൻസാണ് അത്. അത്ര എളുപ്പമൊന്നും അതിൽ നിന്ന് ഊരിപ്പോകാനൊന്നും പറ്റുകയില്ല. കാരണം ഇത് റെക്കോർഡാണ്. ഈ സ്ത്രീ ഇതുപോലെ ചെയ്തേക്കുന്നത്. ആലോചിച്ച് നോക്കിക്കോളൂ, ഇതിൽ ആരാണ് തെറ്റുകാരൻ? അല്ലെ ആരാണ് തെറ്റുകാരി? ദീപകല്ല, ഈ സ്ത്രീ തന്നെയാണ് തെറ്റുകാരി. ഒരു ജീവൻ, ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അതുമൂലം നഷ്ടപ്പെട്ടു. എന്തായാലും ഇദ്ദേഹം പറയുന്നത് എത്ര കറക്റ്റ് കാര്യമാണല്ലേ. അവക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പുള്ളി ഇവളെ അനാവശ്യമായിട്ട് ലൈംഗിക അതിക്രമം ചെയ്തു എന്നാണല്ലോ ഇവള് പറയുന്നത്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ സ്പോട്ടിൽ പ്രതികരിക്കുകയും ചെയ്യണമായിരുന്നു, പരാതിയും കൊടുക്കണമായിരുന്നു. ഇത് രണ്ടും അവൾ ചെയ്തിട്ടില്ല. പകരം അവൾ അത് ആസ്വദിച്ച് നിന്ന് അങ്ങ് വീഡിയോ എടുത്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അവൾ ചെയ്തത് അവളുടെ റീച്ചിന് വേണ്ടിയിട്ട് അവൾ കാണിച്ച് കൂട്ടിയതാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. എങ്കിൽ പോലും കുറച്ചധികം ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആ ചെറുക്കൻ മരിച്ച പോലെ ഇനി അവളും മരിക്കണം, അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അവളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് തന്തയില്ലായ്മയാണല്ലേ. എന്തായാലും അവളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി തന്തയില്ലാത്തവരായിരിക്കണം. കാരണം ഒരു ആൾക്കാർക്കും ഇവളെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഒരു നെറുകേടാണ് ഇവൾ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പോട്ടെ, ആ ഒരു അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇന്ന് മെൻസ് അസോസിയേഷൻ്റെ വക കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ എത്ര ലക്ഷം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു മകന് പകരമാകുമോ? അവരുടെ മകന് പകരം കുറേ പൈസ കൊടുത്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഇപ്പം അതേ ചെയ്യാനുള്ളൂ. കാരണം ഇനി ഒരു തുണ അച്ഛനും അമ്മയ്ക്കും ഇല്ല. ആകെ ഒരു മകനായിരുന്നു. ആ ഒരു മകനായിരുന്നു അവരുടെ ആശ്രയം. ആ ഒരു മകൻ നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാണാൻ ചെന്ന നമ്മുടെ രാഹുൽ ഈശ്വർ അങ്ങനെ കുറേയധികം ആൾക്കാർ ഇന്ന് അവിടെ കാണാൻ ചെല്ലുകയും ആ അച്ഛനും അമ്മയും കാണുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ കുറച്ച് പൈസയും അവർക്ക് നൽകി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ആ അച്ഛനും അമ്മയും പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കണ്ടേ? അവരുടെ മകൻ മരിച്ചു പോയെന്ന് കരുതിയിട്ട് അവർക്ക് അവരുടെ ജീവൻ കളയാൻ പറ്റുമോ? പ്രായമായവരാണ്, അവർക്ക് ജീവിക്കണം മുന്നോട്ട്. നീതി ലഭിക്കണം, ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ആ അച്ഛനും അമ്മയുടെ കണ്ണീരിന് ഒരു വില ഉണ്ടാവണം. ഒരു റീച്ചിനും ഒരു ലൈക്കിനും വേണ്ടി ഇന്നൊരു പെണ്ണൊരും വെട്ടിറങ്ങിടുന്നു. ഒരു റീച്ചിനും ഒരു ലൈക്കിനും വേണ്ടി ഇന്നൊരു പെണ്ണൊരും വെട്ടിറങ്ങിടുന്നു. ഒരു കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന ഒരു ഹതഭാഗ്യൻ അതിൽ പെടുന്നു. ഒരു കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന ഒരു ഹതഭാഗ്യൻ അതിൽ പെടുന്നു. അഭിമാനമടിയറ വെക്കാതെ ഇന്നവൻ ഒരു മുഴം കയറിൽ ഒടുങ്ങിടുന്നു.
പെറ്റു വളർത്തിയ പെറ്റമ്മ വാവിട്ട് എണ്ണി പറഞ്ഞതൊരു നൊമ്പരമായി. കാലം മറക്കില്ല, മാപ്പു തരുകില്ല.